ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. എന്ന പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37, 38 വാക്യമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറയും. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ മറിയുമായി സംഭാഷിക്കുന്ന സംഭാഷണങ്ങളിൽ മറിയ പ്രതികരിക്കുന്ന ചില വാക്കുകളാണ് ധ്യാനചിന്തയുമായി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് തന്ന നിയോഗം. 28-ാമത്തെ വാക്യത്തിൽ ദൂതൻ മറിയയോട് പറയുന്ന വാക്കുണ്ട്, കർത്താവ് നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കൃപ ലഭിച്ചവളെ എന്നവളെ വിളിക്കുന്ന വന്ദന സ്വരമാണ് നമ്മൾ ആദ്യം കാണുന്നത്. ശേഷമായി കന്യകയായ വിവാഹം നിശ്ചയിക്കപ്പെട്ട ആ പെൺകുട്ടിയോട് ദൂതൻ പറയുന്ന വാക്കാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്നും മാത്രമല്ല ആ മകൻ ആരായി തീരും എന്നും വ്യക്തമായി മറിയയോട് ദൂതൻ കൈമാറി. ദൂത് കൈമാറുമ്പോൾ മറിയ ദൂതിന് പ്രതികരിക്കുന്ന ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്, ഇതെങ്ങനെ സംഭവിക്കും? അവളുടെ പ്രതികരണമാണ് കാണുന്നത്, എങ്ങനെ സംഭവിക്കും? ദൂതൻ അതിന് കൊടുക്കുന്ന 3 മറുപടികൾ. ഒന്നാമത്തെ മറുപടി, അത്യുന്നതന്റെ ശക്തി അത് സംഭവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് നിവർത്തിയാകുന്നത് അത്യുന്നതന്റെ ശക്തിയാൽ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം, ആ തലമുറ എന്ന വാഗ്ദത്തത്തെക്കുറിച്ച് വീണ്ടും അവന് റിയഷ്വർ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയും കാണുന്ന പദമാണ്, അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അപ്പോൾ ഇവിടെ മറിയയോട് ദൂതൻ പറയുന്നത്, ഈ ദൂത് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറവേറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൂതൻ അവളോട് പറയുന്ന വാക്കാണ്, പ്രൈസ് ദി ലോർഡ്, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കും. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. നോക്കണം, രണ്ടാമതായിട്ട് അവൾക്ക് അടുത്തറിയാവുന്ന തൻ്റെ ചാർച്ചക്കാരിയെ കുറിച്ച് ദൂതൻ പറയുകയാണ്, വാർദ്ധക്യത്തിൽ. 2 പദങ്ങളോട് പറയുന്നുണ്ട്. ഒന്ന്, വാർദ്ധക്യത്തിൽ ഒരു മകൻ അവൾക്ക് ജനിച്ചിരിക്കുന്നു, അവിടെ ഉദരത്തിൽ വാർദ്ധക്യത്തിൽ. 2, മച്ചി എന്ന് പറഞ്ഞവൾക്ക്. സമൂഹം അവളെ വിളിച്ച ഒരു പേരാണ്. നോക്കണം, എലിസബത്തും സക്കറിയാവും പൗരോഹിത്യ കുടുംബത്തിൽപ്പെട്ട് അവർ ആ സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സമൂഹത്തിനകത്ത് മാന്യരായ ആളുകൾ. പ്രൈസ് ദി ലോർഡ്. ദൈവം പരിശുദ്ധാത്മാവ് അവരെ വിളിച്ചത് നീതിയുള്ളവരെന്നും
നിഷ്കളങ്കരെന്നും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമെന്നാണ് പരിശുദ്ധാത്മാവ് ഈ കുടുംബത്തെ വിളിച്ചത്. പക്ഷേ സമൂഹം ഈ കുടുംബത്തെ വിളിച്ചത് മച്ചി എന്ന്. നോക്കണം, ആ വൈരുദ്ധ്യം മനസ്സിലാക്കുക. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിലും ഈ ഒരു പദം കാണുന്നുണ്ട്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവനെന്ന് പരിശുദ്ധാത്മാവ് ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ സമൂഹം, അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, അവനെ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, നീ ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത്, തെറ്റ് ചെയ്ത്, അങ്ങനെ ഒരു ജീവിതം നയിച്ചു എന്നുള്ളതാണ് നിനക്ക് ഈ കഷ്ടതയൊക്കെ വരാൻ കാരണമെന്ന്. അപ്പം നോക്കണം, സമൂഹം ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ചില ആളുകളെ ഇടുന്ന പേരുകളുണ്ട്. പ്രൈസ് ലോർഡ്. ഇവിടെ എലിസബത്തിനെ മച്ചി എന്ന് സമൂഹം വിളിക്കുക, ഇയ്യോബിനെ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന, പ്രൈസ് ലോർഡ്, ഒരു ദുഷ്ടനായിട്ട് ചിത്രീകരിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് സക്കറിയാവിനെയും എലിസബത്തിനെയും വിളിക്കുന്നത് കുറ്റമില്ലാത്ത രീതിയിൽ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന അനുഗ്രഹീത കുടുംബമെന്ന്. പ്രൈസ് ലോർഡ്. യോബിനെ കുറിച്ച് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവനെന്ന്. പകൽക്കാലം ലോകം എന്തു വിളിക്കുന്നു എന്നുള്ളതല്ല സത്യം. യഥാർത്ഥ സത്യം, ദൈവം നമ്മളെ എന്തു വിളിക്കുന്നു അതാണ് യഥാർത്ഥ പേര്. പ്രൈസ് ലോർഡ്. ഇവിടെ മറിയയെ ഉറപ്പിക്കുവാൻ, മറിയയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കുറിച്ച് ദൂതൻ പറയുകയാണ്. ഒന്ന്, വാർദ്ധക്യത്തിൽ; രണ്ട്, മച്ചി എന്ന് സമൂഹം വിളിച്ചവൾക്ക് ഇത് 6-ാം മാസം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് സ്തോത്രം, അവിടെ പറയുന്ന പദമാണ് നമ്മുടെ ധ്യാന ചിന്തയിലെ പ്രധാന വാക്ക്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ മറിയ ചോദിച്ച ചോദ്യം ഒന്ന്, ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ കൊടുത്ത 3 ഉത്തരമാണ്. ഒന്ന്, അത്യുന്നതന്റെ ശക്തിയാൽ അത് നടക്കും. 2, സമൂഹം മച്ചിയെന്ന് വിളിക്കുകയും ലോകം വാർദ്ധക്യത്തിൻ്റെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, കാലത്തിൽ നടക്കുകയും ചെയ്തു. ഒരു സ്ത്രീക്ക് തലമുറയെ കൊടുത്തു എന്നത് അവളുടെ ഉറപ്പിനായി പറയും. മൂന്നാമതായിട്ട് ദൂതൻ പറയുകയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം ദൈവജനമേ, നമ്മളുടെ ചോദ്യങ്ങൾ എന്തായാലും അതിനെല്ലാം ഉത്തരം തരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നിഷ്കളങ്കമായ, പ്രൈസ് ലോർഡ്, നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്ന ഒരു ദൈവം. മറിയ എന്ന നിഷ്കളങ്കയായ പെൺകുട്ടികളുടെ അടുക്കൽ ദൂതൻ ചെന്നിട്ട് പറയുന്ന ദൂത് അവൾക്ക് മനസ്സിലാകാതെ പോയപ്പോൾ, അവൾക്കത് തിരിച്ചറിയാതെ പോയപ്പോൾ, അവൾ ആ ദൂത് കേട്ടിട്ട്, പ്രൈസ് ലോർഡ്, അവളുടെ ആദ്യത്തെ പ്രതികരണം, ഇതെങ്ങനെ സംഭവിക്കണം? പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇതെങ്ങനെ സംഭവിക്കും? ഈ ദൂത് എങ്ങനെ നിവർത്തിയാകും? ഹല്ലേലൂയ. എൻ്റെ കാലത്ത് ഈ ദൂത് നടക്കുമോ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ്. പക്ഷേ ദൂതൻ ആ ചോദ്യത്തിന് മുമ്പിൽ, ഹല്ലേലൂയ, അവളെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, വിട്ടുപോയില്ല. ആ ദൂതൻ അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടാണ് പോയി. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്കൊക്കെ കർത്താവ് ഉത്തരം തരട്ടെ. അത്യുന്നതന്റെ ശക്തി അത് നടത്തും.
വിശ്വസിക്കുക ദൈവമക്കൾ. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയാണ് ചിലതൊക്കെ നടത്തിയെടുക്കുവാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അത്യുന്നതന്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം അതൊക്കെ നടത്തിയെടുക്കാൻ പറ്റും. അത്യുന്നതന്റെ ശക്തിയെക്കുറിച്ച് വലിയ വിശദീകരണം വേണം. അടുത്ത ഏതെങ്കിലും ധ്യാന ചിന്തയിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഹല്ലേലൂയ. രണ്ടാമതായി ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ച് അവളോട് പറഞ്ഞുറപ്പിക്കുക. ഹല്ലേലൂയ. വാർദ്ധക്യം ഉള്ള ഒരു സ്ത്രീ, മച്ചി എന്ന് ലോകം വിളിച്ച ഒരു സ്ത്രീ, ദൈവങ്ങളുടെ ഉദരത്തിൽ ഒരു തലമുറയെ കൊടുത്തു. ഇതിന് 6 മാസമായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായി അവളോട് പറയുകയാണ്, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ഈ ദൂത്, ഒന്ന് ദൂത് പറയുന്ന ദൂത്, 2 ദൂത് ഉറപ്പിക്കുവാൻ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അവളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ദൂത് പറയുന്ന ദൂത്. 3, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അതിന് മറിയ പ്രതികരിച്ച പ്രതികരണമാണ് ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയിലെ രണ്ടാമത്തെ ഭാഗം. അതിങ്ങനെയാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസി. ഒരു സമർപ്പണ മനോഭാവത്തിലേക്ക് അവൾ വരും. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ള സമർപ്പണ വാക്ക്. ഇന്ന് പകൽക്കാലം നമുക്കും ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ അത്യുന്നതന്റെ ശക്തിയിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ. ദൈവം ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിലും മറ്റനേകരുടെ ജീവിതത്തിലും കൊടുത്ത സാക്ഷ്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ പ്രഭാതം അവിടുത്തെ ജനത്തിന് അനുഗ്രഹമാകണമേ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞ ദൂതുകൾ ഞങ്ങളിൽ എവിടെങ്കിലും അത് നടക്കുമോ എന്ന സംശയങ്ങൾ കർത്താവേ, ഞങ്ങളുടെ ബൗദ്ധിക മേഖലയിലോ ഞങ്ങളുടെ കാഴ്ചയുടെ മേഖലയിൽ ഉളവാകുമ്പോൾ കർത്താവേ, ആ സംശയങ്ങളെ ദൂരീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അവിടുത്തെ ജനത്തോട് ഇടപെടണമേ. അവിടുത്തെ ശക്തിയാലോ നടക്കുമെന്നും അവിടുത്തെ കൊണ്ടൊന്നും അസാധ്യമല്ലെന്നും, അതേ കർത്താവേ, ഇന്നലകളിൽ ദൂതുകൾ നിവർത്തിച്ച ദൈവത്തിന് ഇന്നത്തെ ഈ ദൂതും നിവർത്തിക്കുവാൻ കഴിയുമെന്നും വിശ്വസിക്കാൻ പാകമാകുന്ന രീതിയിൽ അവിടുത്തെ ജനത്തിൻ്റെ ആത്മമണ്ഡലത്തെ ഒരുക്കണമേ. കരുണയുള്ള കർത്താവ് അങ്ങനെ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ ദിനം ജനത്തിനൊരു അനുഗ്രഹമാകണം. മഹത്വം എല്ലാം അവിടുത്തേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.